My personal space. You're coming into my personal space. You're coming into my personal space. You're coming into my personal space. Coming into my personal space. Every Muslim coming into my personal space. Stay away. All troublemaking. Stay at home. All troublemaking. Stay away. I completely understand you are too desperate to do your jihad, but stay at home. Don't encroach. You sir, including you sir. Please, if you keep your distance, excuse me sir, you. If you please keep your distance, thank you very much. All jihadists, please stay at home. Clearly, this is not jihadist corner. This is called speaker's corner. Yeah, you should be in church. Sure. Thank you. If you please stay away. If you're really desperate, go to Masjid Al-Aqsa and make your encampment there. ശാന്തതയാർന്ന മുഖം, മറ്റുള്ളവരെ നല്ല ശ്രോതാക്കളാക്കുന്ന മാന്ത്രിക സ്പർശം നിറഞ്ഞ ചെറുപുഞ്ചിരിയോടെ അരുൾ വേലുസ്വാമി എത്തുകയായി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലണ്ടനിലെ ഹൈഡ് പാർക്കിലെ സ്പീക്കേഴ്സ് കോർണറിൽ അരുൾ സ്ഥിരമായി പോകാറുണ്ട്. അവിടെ ഒരു ദിവസം തന്നെ ഒട്ടനവധി വ്യക്തികളുമായി ചെറുതും വലുതുമായ നിരവധി ഗ്രൂപ്പുകളുമായും സംവാദങ്ങൾ നടത്താറുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ പ്രസക്തി നൽകിയത് ഇസ്ലാം ക്രൈസ്തവ സംവാദങ്ങളാണ്. ചിലരുടെ പേടി സ്വപ്നമാണ് അരുൾ വേലുസ്വാമി. പ്രത്യേകിച്ച് ഇസ്ലാം മതം, നാസ്തികത, ജുഡായിസം, ഹിന്ദുത്വം തുടങ്ങിയവയെക്കുറിച്ച് ഡിബേറ്റ് സംഘടിപ്പിക്കാറുള്ള അരുൾ തമിഴ്നാട് സ്വദേശിയാണ്. എന്നാൽ ഏത് ജില്ലയിൽ നിന്നാണെന്നുള്ള വിവരം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. പല അഭിമുഖങ്ങളും താൻ ഒരു തമിഴ് വംശജനാണെന്നും ഇന്ത്യയിലാണ് ജനിച്ചു വളർന്നതെന്നും പറയാറുണ്ടെങ്കിലും സുരക്ഷാ കാരണങ്ങളാലും സ്വകാര്യത മുൻനിർത്തിയും ജന്മനാടിൻ്റെ കൃത്യമായ പേരോ സ്ഥലമോ അദ്ദേഹം പരസ്യമാക്കിയിട്ടില്ല. പലതവണ UK പോലീസിൻ്റെ ഇടപെടലുകൾ അരുളിൻ്റെ ഡിബേറ്റിൽ ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ട്. Now, if it is true, it only means he gave no. If it is true, no. One second. Excuse me, sir. You gave all the empty waffling. Don't explain. I will. Whoa. If someone made a journey, I mean, the microphone is here. Sure. So maybe About the pearls and pigs. Yeah. Excuse me, sir. Is this how intelligent you are? I'll take it from him. I'll tell you about the Prophet. Excuse me, sir. The Prophet Muhammad was the last messenger. And Muslim is a Muslim. Islam. Muslim. If At this rate, we'd be getting a PhD rather soon. No. Just move this guy to one side because he clearly doesn't know what he's talking about. He's waffling. That's why he wants me to talk. Are you going to begin giving the answers sometimes soon? All right. How I'll old tell is you? you. What's your name? I'll tell you. What's your name? My dear friend, what's your name? My name. Yeah. My name today. Today, My actually. name yesterday. ലണ്ടനിലെ ഹൈഡ് പാർക്ക്, സ്പീക്കേഴ്സ് കോർണർ പോലെയുള്ള പൊതു ഇടങ്ങളിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾക്കിടയിൽ സംഘർഷാവസ്ഥയോ വലിയ തർക്കങ്ങളോ ഉണ്ടാകുമ്പോൾ മെട്രോപൊളിറ്റൻ പോലീസ് സ്ഥലത്തെത്തുകയും ഇടപെടുകയും ചെയ്യാറുണ്ട്. പൊതുസമാധാന ലംഘനം, തർക്കങ്ങൾ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കാൻ പോലീസ് അരുളിനെയും എതിർ സംവാദകരെയും പലതവണ ചോദ്യം ചെയ്യുകയോ താൽക്കാലികമായി അവിടുന്ന് മാറ്റുകയോ ചെയ്തിട്ടുണ്ട്. പരാതികളും ഭീഷണികളും, അദ്ദേഹത്തിൻ്റെ വിദ്വേഷപ്രസംഗങ്ങൾ അല്ലെങ്കിൽ പ്രകോപനപരമായ പ്രസ്താവനകൾ ആരോപിച്ച് എതിർവിഭാഗങ്ങൾ പോലീസിൽ പരാതി നൽകിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിയമപരമായി UK കോടതികളിലോ പോലീസോ അദ്ദേഹത്തെ ഒരു ക്രിമിനൽ കേസിൽ പോലും ഇതുവരെയും കുറ്റവാളിയായി ശിക്ഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സംവാദത്തിൽ മാന്യതയുടെ സംസ്കാരം കൊണ്ടുവരാനും അരുൾ ശ്രമിച്ചിട്ടുണ്ട്. താൻ ചെയ്യുന്നത് വിദ്വേഷപ്രസംഗമല്ല, മറിച്ച് ബിബ്ലിക്കൽ അപ്പോളജിസ്റ്റിക്സ്, മതഗ്രന്ഥങ്ങളുടെ ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ വിമർശനവും മാത്രമാണെന്നാണ് അരുളിൻ്റെ പക്ഷം. പാശ്ചാത്യ രാജ്യങ്ങളിലെ ആശയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് ഹൈഡ് പാർക്കിൽ സംവാദങ്ങൾ നടത്തുന്നതെന്നും ആശയങ്ങളെ വിമർശിക്കുന്നത് വ്യക്തികളോട് വെറുപ്പ് കാണിക്കലല്ലെന്നും ആണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ സ്റ്റീഫൻ എന്ന യൂട്യൂബ് ചാനലിൽ മാത്രം നൂറുകണക്കിന് ഡിബേറ്റ് വീഡിയോകളും ചർച്ചകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തെരുവ് സംവാദങ്ങൾക്ക് പുറമെ പല ഇൻഫ്ലുവൻസർമാരെയും ഇസ്ലാമിക് അപ്പോളജിസ്റ്റുകളുമായും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ധാരാളം സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇതിനോടകം എത്ര സംവാദങ്ങൾ നടന്നുവെന്ന് പറയാൻ കഴിയില്ലെങ്കിലും സ്ട്രീറ്റ് ഡിബേറ്റുകളും റെക്കോർഡ് ചെയ്ത പോരാട്ടങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് സംവാദങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. അരുൾ ഒരു പ്രൊട്ടസ്റ്റൻ്റ് പശ്ചാത്തലമുള്ള ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റാണ്.
ബൈബിളിൻ്റെ ആധികാരികതയിലും യേശുക്രിസ്തുവിൻ്റെ ദൈവികതയിലും സുവിശേഷ സന്ദേശങ്ങളിലുമാണ് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന വിശ്വാസം നിൽക്കുന്നത്. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്നും അത് ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും വിശ്വസനീയമാണെന്നും അദ്ദേഹം വാദിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. തൃത്വവിശ്വാസം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വസങ്കല്പത്തെയും യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും മാത്രമാണ് മാനവരാശിക്ക് രക്ഷ ലഭിക്കുന്നത് എന്ന പരമ്പരാഗത ക്രിസ്തീയ ഉപദേശത്തെയും അദ്ദേഹം ശക്തമായി പിന്തുണയ്ക്കുന്നു. മറ്റ് ദർശനങ്ങളെക്കാൾ ബൈബിൾ അധിഷ്ഠിതമായ ക്രിസ്തുമതമാണ് സത്യമെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം സംവാദങ്ങളിൽ ശ്രമിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ സ്റ്റീഫൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയും ഹൈഡ് പാർക്കിലെ നേരിട്ടുള്ള ചർച്ചകൾക്ക് ശേഷവും ചില ആളുകൾ തങ്ങൾ ഇസ്ലാം മതമോ മറ്റ് വിശ്വാസങ്ങളോ ഉപേക്ഷിച്ച് ക്രിസ്തുമതത്തിലേക്ക് വന്നതായി സാക്ഷ്യപ്പെടുത്തുന്ന വീഡിയോകളും അഭിമുഖങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ചിലർ തങ്ങളുടെ പഴയ വിശ്വാസങ്ങളിലെ സംശയങ്ങൾ കാരണം ക്രിസ്തുമതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ കാരണമായി എന്ന് പറയുന്നുണ്ട്. അരുൾ 1984 ജൂണിലാണ് ജനിച്ചത്. അതനുസരിച്ച് അദ്ദേഹത്തിന് നിലവിൽ 42 വയസ്സാണ് പ്രായം. അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിലോ മറ്റ് പൊതു പ്ലാറ്റ്ഫോമുകളിലോ പങ്കുവച്ചിട്ടില്ല. വ്യക്തിപരമായ സുരക്ഷാ കാരണങ്ങളാലും സംവാദങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഭീഷണികൾ കുടുംബത്തെ ബാധിക്കാതിരിക്കാനുമാകാം ഇത്തരം വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുന്നത്. തമിഴ് വംശജനായ ഇദ്ദേഹം നിലവിൽ UK-യിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ റിസർച്ചർ, അപ്പോളജിസ്റ്റ്, എഴുത്തുകാരൻ എന്നീ നിലകളിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പ്രവർത്തന മേഖല ലണ്ടനിലെ ഹൈഡ് പാർക്കിലുള്ള സ്പീക്കേഴ്സ് കോർണർ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന സംവാദങ്ങളും പ്രസംഗങ്ങളും നടക്കുന്നത്. ലണ്ടനിലെ ഹൈഡ് പാർക്കിൽ പരസ്യമായി ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും വലിയ ജനക്കൂട്ടം തടിക്കൂടാറുണ്ട്. സംവാദങ്ങൾ ചൂടുപിടിക്കുമ്പോൾ എതിർവിഭാഗത്തിൽപ്പെട്ട ചില ആളുകളുമായി വാക്കുതർക്കങ്ങളും തള്ളിമാറ്റങ്ങളും ശാരീരികമായ അക്രമശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം പല സംഭവങ്ങളുടെയും വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലും കാണാം. സ്പീക്കേഴ്സ് കോർണറിൽ ക്രമസമാധാന പ്രശ്നങ്ങളോ കയ്യേറ്റങ്ങളോ ഉണ്ടാകുമ്പോൾ പോലീസ് ഇടപെട്ട് അദ്ദേഹത്തെയും മറ്റ് പ്രസംഗകരെയും സുരക്ഷിതമായി മാറ്റുന്ന സാഹചര്യങ്ങൾ പോലും പലതവണ ഉണ്ടായിട്ടുണ്ട്. യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ വഴി നിരന്തരം സംസാരിക്കുന്നതിനാൽ ഇൻ്റർനെറ്റ് വഴിയും കടുത്ത വധഭീഷണികളും അധിക്ഷേപങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അരുൾ വേലുസ്വാമി ഇസ്ലാമിക കാര്യങ്ങളിൽ മാത്രമല്ല സംവാദങ്ങൾ നടത്തുന്നത്. ഇസ്ലാമുമായുള്ള ചർച്ചകളിലൂടെയാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതെങ്കിലും മറ്റ് നിരവധി വിഷയങ്ങളിലും അദ്ദേഹം സംസാരിക്കാറുണ്ട്. ക്രിസ്തുമത വിശ്വാസികൾ യേശുക്രിസ്തുവിൻ്റെ ദിവ്യത്വം, പുനരുത്ഥാനം, ബൈബിളിൻ്റെ ചരിത്രപരമായ ആധികാരികത എന്നിവയെക്കുറിച്ച് മറ്റ് വിശ്വാസമുള്ളവരോടും ചോദ്യം ചെയ്യുന്നവരോടും സംസാരിക്കാറുണ്ട്. ദൈവത്തിൻ്റെ നിലനിൽപ്പ്, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, ദൈവമില്ലെങ്കിൽ ധാർമ്മികതയുടെ ഉറവിടം എന്താണ് എന്നീ വിഷയങ്ങളിൽ നിരീശ്വരവാദികളുമായും സംവാദങ്ങൾ നടത്താറുണ്ട്. പഴയ നിയമത്തെക്കുറിച്ചും പാരമ്പര്യങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളിൽ യഹൂദ വിശ്വാസികളുമായി വിയോജിപ്പുകളും ചർച്ചകളിൽ പങ്കുവെക്കപ്പെടാറുണ്ട്. പാശ്ചാത്യ സാംസ്കാരിക സാമൂഹിക വിഷയങ്ങൾ, സെക്കുലറിസം, പാശ്ചാത്യ സമൂഹങ്ങളിൽ മതം ചെലുത്തുന്ന സ്വാധീനം, ആധുനിക ധാർമ്മിക മൂല്യങ്ങൾ തുടങ്ങിയ സാംസ്കാരിക വിഷയങ്ങളിലും അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ചുരുക്കത്തിൽ ഇസ്ലാം വിമർശനവും താരതമ്യ മതപഠനവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം. എങ്കിലും പൊതുജനങ്ങളുമായി പൊതുവായ ദൈവവിശ്വാസത്തെക്കുറിച്ചും ക്രിസ്തുമത തത്വങ്ങളെക്കുറിച്ചും അദ്ദേഹം സംവാദങ്ങൾ നടത്താറുണ്ട്. ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെയും അരുളിൻ്റെ പിന്തുണക്കാരുടെയും കാഴ്ചപ്പാടിൽ അദ്ദേഹം മുന്നോട്ട് വച്ച ചോദ്യങ്ങൾക്ക്, വിമർശനങ്ങൾക്കും എതിർവിഭാഗത്തിന് വ്യക്തമായ മറുപടി നൽകാൻ സാധിച്ചില്ലെന്നും അരുൾ തന്നെയാണ് വാദങ്ങളിൽ മുന്നിട്ട് നിന്നതെന്നും അവർ വിശ്വസിക്കുന്നു. ക്രിസ്തുമത അപ്പോളജറ്റിക്സ്, ക്രിസ്തുമത വിശ്വാസികളുടെ ചരിത്രപരമായ വിശ്വസനീയത, ബൈബിളിൻ്റെ ആധികാരികത, യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ഉപദേശങ്ങളും പുനരുത്ഥാനം തുടങ്ങിയ കാര്യങ്ങൾ സ്ഥാപിക്കാനുള്ളതാണ് വാദങ്ങൾ. താരതമ്യ മതപഠനവും ഇസ്ലാം വിമർശനവും, ഖുർആൻ, ഹദീസുകൾ, ഇസ്ലാമിക ചരിത്രം, പ്രവാചക ജീവിതം എന്നിവയെ മുൻനിർത്തിയുള്ള വിമർശനങ്ങളും ചർച്ചകളും ക്രിസ്തുമതവും ഇസ്ലാമും തമ്മിലുള്ള ആശയപരമായ വ്യത്യാസങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം സംവാദങ്ങളിലെയും പ്രധാന വിഷയം. അരുൾ വേലുസ്വാമിയുടെ കടുത്ത വിമർശനങ്ങളും നിലപാടുകളും പ്രകോപനപരവുമാണെന്ന് ഇസ്ലാമിക അപ്പോളജിസ്റ്റുകൾ ആരോപിക്കാറുണ്ട്. ഈ വീഡിയോയുമായി വീണ്ടും കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.